എന്താ ദുർഗ ചെയ്ത്? എന്റെ അമ്മ ഇവിടെ വന്ന് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചിട്ട് പോയതല്ലേ? എന്നിട്ട് ഒന്നും ആരുടെ തലയിലോട്ട് കയറിയില്ലേ? അവളെ പുറത്തും അവന്റെ കമ്പനിയിലും കൊണ്ട് വാഴിക്കാനല്ല ഞങ്ങൾ അവളെ ഇങ്ങോട്ട് പറഞ്ഞുവിട്ടെ. കണ്ണനോടൊപ്പം എന്റെ മോളെ നോക്കാനാ. അത് ഒരുപാട് തവണ ഞങ്ങൾ ആവർത്തിച്ചതല്ലേ? എന്നിട്ട് മനഃപൂർവ്വം കണ്ണൻ എന്ത് തോന്നി ദിവസം കാണിക്കുന്നേ? അത് പിന്നെ അവന് കാല് വയ്യാത്തതല്ലേ, അപ്പൊ പിന്നെ ഒരാളുടെ സഹായം വേണ്ടേ? ലക്ഷ്മിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൻ എങ്ങനെയാ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നേ? ആ, അന്ന് അവനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നോ? എന്നാലും ഭാര്യ വന്നു കഴിഞ്ഞാ അവരല്ലേ അങ്കിൾ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. എന്നാ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം എന്റെ മോളുടെ കൂടി കാര്യങ്ങൾ നോക്കാനാ അവളെ ഞാനും എന്റെ അമ്മയും കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ. എടുപ്പത് പൊന്നും കൊടുത്തിട്ട് അത് നിങ്ങളുടെ ആരുടെയും തലയിൽ കയറിയില്ലെങ്കിൽ തലയിൽ കയറാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയാ, ഉറപ്പിച്ച് പറയാ. അച്ഛാ, കണ്ടോ എന്റെ മോളുടെ കണ്ണ് നനഞ്ഞത് കണ്ടോ? ഇങ്ങനെ നിറകണ്ണുകൾ വേണ്ടിരിക്കുന്ന മോളെ കാണാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. ഉണ്ണി, നീ അവന്റെ അനിയനായിരിക്കും, എങ്കിലും അവനിങ്ങനെ തന്നിഷ്ടത്തിൽ നടക്കുമ്പോ അത് ചോദ്യം ചെയ്യാനും വിലക്കാനും നിനക്ക് അധികാരമുണ്ട്. കാര്യമൊക്കെ ശരിയാണ് അച്ഛാ, പക്ഷേ ഏട്ടത്തി എന്റെ ഏട്ടന്റെ ഭാര്യ, അവർക്ക് നേരെ എനിക്ക് കയറി ചെല്ലാൻ പറ്റുമോ? മോനെ ഉണ്ണി, കല്യാണത്തിന് മുമ്പ് നിന്നെ ഞാനും മോളും ഒക്കെ പുറത്തു വെച്ച് കണ്ടിട്ടുള്ള ആ നേരത്തെ ഞങ്ങൾ ഈ ബന്ധം എന്തുകൊണ്ടാണ് നടത്തുന്നതെന്ന് നിന്നെ വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിച്ചതുവാ. അന്ന് നിനക്ക് പറയായിരുന്നു നീ നിന്റെ ഏട്ടന്റെ അനുസരണമുള്ള അനിയനാണ്, അതുകൊണ്ട് ഏട്ടനെ നിർബന്ധിക്കാൻ പറ്റില്ലെന്ന്. അല്ല, അവൻ എന്തുകൊണ്ടാ ഇങ്ങനെ അധികാരം കാണിക്കുന്നെന്ന് ഞങ്ങള് മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മോക്ക് പറഞ്ഞു കൊടുത്തോണം, പക്ഷേ മോക്ക് ഞങ്ങൾക്കൊന്നും അത് മനസ്സിലായിട്ടില്ല. അതെ, രാവിലെ എഴുന്നേക്കുമ്പോ കൃത്യം 8 മണിക്ക് ചൂട് കൂടാത്ത എന്നാ അധികം മാറാത്ത ചായയുമായി ലക്ഷ്മി എന്ന് പറയുന്നവളെ എന്റെ മോളുടെ മുമ്പിൽ നിൽക്കണം. അതാ ഞങ്ങളുടെ തറവാട്ടിലെ നിയമം. ആ ചായക്ക് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലേ എന്റെ മോൾ അവളുടെ മോന്തയ്ക്ക് ഒഴിച്ചു കൊടുക്കണേ. ആ മുഖം ഉണ്ടല്ലോ കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും ചായ ഇട്ട് കൊടുക്കണം അനിയത്തിക്ക് ചേച്ചി. ഏത് രീതിയിലാ എന്റെ മോളും അവളും അവിടെ ജീവിച്ചതെന്ന് പറഞ്ഞു വരികയായിരുന്നു ഞാൻ. എന്റെ മോള് നടക്കാൻ പോയപ്പോ അവള് കല്ലി തട്ടി ഒന്ന് വീണു, അവ കാലുളുക്കി. അങ്ങനെ ഒരു സംഭവം എന്റെ വീട്ടിൽ വെച്ചുണ്ടാലേ അന്ന് രാവും പകലും എന്റെ മോളുടെ കാല് ഒഴിഞ്ഞു കൊടുക്കണം ലക്ഷ്മി. അങ്ങനെ എന്റെ മോളെ നോക്കിയതുകൊണ്ടാ അവക്കും അവളുടെ അമ്മയ്ക്കും ഞാൻ ചെലവിന് കൊടുത്തേ. അവളുടെ അമ്മ പോലും ഇവളുടെ മുമ്പിലേ കമാന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള എന്റെ മോളെയാ കല്യാണശേഷം ഇവിടെ പന്ത് തട്ടുന്നവിടെ തട്ടുന്നേ. അങ്ങനെ ആരും തട്ടിട്ടില്ലല്ലോ പ്രതാപ. തട്ടിട്ടില്ല, പക്ഷെ അതുപോലുള്ള പ്രവൃത്തികളല്ലേ ചെയ്യുന്നേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.